ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നു. നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്ക്. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുകയാണല്ലേ. സാന്റാക്ലോസ് അപ്പൂപ്പ ക്രിസ്മസ് എങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞു തരോ? എനിക്കും കേൾക്കണം കഥ. കഥയോ? അതൊരു കഥയല്ല മക്കളെ, ലോക ചരിത്രത്തിനെ തന്നെ രണ്ടായിട്ട് കീറിമുറിച്ച ഒരു സംഭവമാണ്. പണ്ട് പണ്ട് ഗലീലയിലെ നസറേത്തിൽ മറിയ എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ എത്തി. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അയ്യോ, ഇതെന്തൊരു വന്ദനം! മറിയേ, നീ ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അമ്മേ, ഗബ്രിയേൽ മാലാഖ എനിക്ക് ദർശനത്തിൽ വന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അയ്യോ, അതെങ്ങനെ മകളെ? അപ്പൊ യോസേഫ് നിന്നെ സ്വീകരിക്കുമോ? അതെനിക്ക് അറിയില്ല അമ്മേ. എന്തായാലും ദൈവത്തിന്റെ പദ്ധതി എന്നിലൂടെ നിറവേറട്ടെ. നമ്മുടെ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറിയ ഗർഭിണിയായിരിക്കുന്നു. ഇത് നാട്ടുകാരറിഞ്ഞാൽ എന്താണ് അവസ്ഥ? അവളെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിച്ചുകൊണ്ട് ആ പൈതലിന് യേശുവെന്ന് പേരിടണം. കർത്താവേ, ദൂതൻ മുഖാന്തരം അങ്ങ് അരുളി ചെയ്തത് ഞാൻ ചെയ്യാം. മറിയേ, നീയോ? വന്ദനം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഞാൻ ഗർഭിണിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ
പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ശക്തനായവൻ എനിക്ക് വലിമ ചിന്തിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. മറിയേ, നീ കുറച്ചുനാൾ എന്നോടൊപ്പം നിൽക്കുമോ? തീർച്ചയായും കുറച്ചു ദിവസം നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എല്ലാ നാട്ടുകാരും അറിയേണ്ടതിന് നാടെങ്ങും വാഴുന്ന ഔഗസ്തോസ് കൈസറുടെ ആജ്ഞ, എല്ലാവരും അവരവരുടെ പിതൃഭവനങ്ങളിലേക്ക് പോയി പേർ വഴി ചാർത്തേണ്ടതാകുന്നു. ഈ രാജകൽപ്പന ധിക്കരിക്കുന്നവർക്ക് തക്കതായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഈ വിവരം നിങ്ങളുടെ ചാർച്ചക്കാരെയും അറിയിക്കേണ്ടതാണ്. മറിയേ, ഞാൻ ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ള ആളാണ്. നസറേത്തല്ല എൻ്റെ സ്വദേശം. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടം വിട്ടു പോകാൻ കഴിയുമോ? സാരമില്ല, രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മളും അനുസരിക്കേണ്ടതാണ്. ഇവിടെ നിന്നും ബെത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ? അങ്ങ് കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് ദൂരം എനിക്കൊരു പ്രശ്നമല്ല. മാത്രമല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നമുക്ക് പോകാൻ മറിയേ. ഹോ, എന്തൊരു ജീവിതമാണിത്! എന്നും ഇങ്ങനെ ആടിനെയും മേച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മടുത്തു. നമുക്ക് വേണ്ടി ഇനി എന്ന് ജീവിക്കാൻ പറ്റും? നടന്നത് തന്നെ. നമ്മളെയൊക്കെ രക്ഷിക്കാൻ ആര് വരാൻ? രാജാക്കന്മാരുടെയും നാട്ടുപ്രമാണിമാരുടെയൊക്കെ ആടിനെയും നോക്കി നമുക്കിങ്ങനെ നടക്കാം. അതൊക്കെ വരും, ഒരു രക്ഷകൻ വരും. നീ കേട്ടിട്ടില്ലേ? പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പ്രവാചകന്മാർ പറഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി. പറഞ്ഞ പ്രവാചകന്മാരങ്ങ് മുകളിലോട്ടും പോയി. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രവാചകന്മാർ പറഞ്ഞത് എന്തായാലും നിവൃത്തിയാവും. എന്തൊരു മനോഹരമായ നടക്കാത്ത സ്വപ്നം. അങ്ങനെ ഒരു രക്ഷകൻ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഉറപ്പായിട്ടും വരും. ദൈവം പറഞ്ഞിട്ടാണ് പ്രവാചകന്മാർ ഇതൊക്കെ പറയുന്നത്. ദൈവമേ, നമ്മളെയൊക്കെ ഒന്ന് രക്ഷിക്കണേ. ഹെരോദ രാജാവ് നീണാൾ വാഴട്ടെ. മഹാരാജാവേ, അങ്ങേ മുഖം കാണിക്കുവാൻ 3 വിദ്വാൻമാർ വന്നിട്ടുണ്ട്. വിദ്വാൻമാരും എവിടെ നിന്നാണ്? പുറം ദേശത്ത് നിന്ന് വന്ന വിദ്വാൻമാരാണ്. അവിടുത്തെ രാജാക്കന്മാർ അയച്ചതായിരിക്കും. അവരുടെ കയ്യിൽ എന്തൊക്കെയോ സമ്മാനങ്ങളുമുണ്ട് മഹാരാജൻ. സമ്മാനങ്ങളോ? അപ്പോൾ നമ്മെ പേടിച്ചു വന്നവർ തന്നെ. യുദ്ധം ഒഴിവാക്കാനായിരിക്കും സമ്മാനങ്ങൾ. കടന്നു വരാൻ പറയൂ. ശരി മഹാരാജൻ. എവിടെന്നാണ് നിങ്ങൾ വരുന്നത്? എൻ്റെ അരമനയിലേക്ക് സ്വാഗതം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് നിന്നും നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാനാണ് വന്നത്. എന്ത്? രാജാവോ? ഞാനാണ് ഇവിടത്തെ രാജാവ്. നിങ്ങളെന്നെ പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല. യഹൂദന്മാരെ രക്ഷിക്കാൻ യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് കൃത്യമായ അറിവ് കിട്ടിയതാണ്. ഇതിലെന്തോ ഒരു അപകടമുണ്ട്. ആരവിടെ? എത്രയും വേഗം മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിക്കുവിൻ. നമസ്കാരം മഹാരാജാവേ. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ ജനിച്ചെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു ജനിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തു എവിടെയാകും ജനിക്കുന്നത്? യഹൂദിയിലെ ബെത്ലഹേമിൽ തന്നെ മഹാരാജാ. ക്രിസ്തു രാജകൊട്ടാരത്തിലാവില്ലേ ജനിക്കുന്നത്?
ക്രിസ്തു രാജകൊട്ടാരത്തിൽ ജനിക്കുമെന്ന് തിരുവെഴുത്തുകൾ പറയുന്നില്ല മഹാരാജ. അപ്പോ ഈ കേട്ടതിൽ പേടിക്കാനുണ്ട്. അല്ലയോ വിദ്വാൻമാരെ, നിങ്ങൾ ആ ശിശുവിനെ തേടി പോകണം. അഥവാ ആ കുഞ്ഞിനെ കണ്ടെത്തിയാൽ എന്നെ അറിയിക്കണം. എനിക്കും ആ കുഞ്ഞിനെ വണങ്ങാൻ പോകാമല്ലോ. ശരി രാജാവേ, ഞങ്ങൾ ആ കുഞ്ഞിനെ തേടി പോവുകയാണ്. മഹാരാജൻ, അങ്ങും ആ കുഞ്ഞിനെ വണങ്ങാൻ പോകുന്നുണ്ടോ? വണങ്ങാനോ? ഈ ഞാനോ? വണങ്ങാൻ വേണ്ടിയല്ല, കൊല്ലാൻ വേണ്ടിയാണ്. ഈ രാജ്യത്ത് ഒരു രാജാവ് മതി, അത് എൻ്റെ തലമുറയിൽ നിന്ന് മതി. മഹാരാജൻ, ആ വിദ്വാൻമാർ കുഞ്ഞിനെ കണ്ടെത്തിയിട്ട് നമ്മളെ അറിയിച്ചില്ലെങ്കിലോ? അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടെത്തണം, കൊന്നു കളയണം. ഈ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു, അതും ഈ എൻ്റെ കൊട്ടാരത്തിൽ. വിടില്ല ഞാൻ ഒന്നിനെയും. ഓ, ഈ ആടുകളുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഇതിൻ്റെയൊക്കെ പുറകെ ഓടി ഓടി തളർന്നു പോയി. ആ, നീ മാത്രമല്ല തളർന്നത്, ഞാനും തളർന്നു. വാ, കിടന്ന് ഉറങ്ങാൻ നോക്കാം. നാളെയും ഇതേപോലെ എണീറ്റ് ഓടാനുള്ളതല്ലേ. അയ്യോ, എന്താ ഇത്? ഭയപ്പെടേണ്ട. സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇതെന്തൊരു അത്ഭുതം, എന്തൊരു അതിശയം! ഞാൻ പറഞ്ഞില്ലേ രക്ഷകൻ വരുമെന്ന്, ഞാൻ പറഞ്ഞില്ലേ? അയ്യോ ദൈവമേ, മാപ്പാക്കണേ ദൈവമേ. അയ്യോ, ഇതെന്തൊരു അത്ഭുതം! നമുക്ക് പോണ്ടേ ആ കുഞ്ഞിനെ കാണാൻ? അതെ, നമുക്ക് പോവാം. വാ, വേഗം പോവാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ദൈവവേദനെ കാണാനാണോ? അതെ, നിങ്ങളും അങ്ങോട്ടല്ലേ? വരൂ. എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന യേശുപേദലിനെ കാണാൻ നമുക്ക് പോകാം. എല്ലാവരും വരും. കുഞ്ഞരി മുല്ലകൾ റോസാപ്പുമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ. കുഞ്ഞിളം കാറ്റിൽ ആടിടും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ. കുഞ്ഞരി മുല്ലകൾ റോസാപ്പുമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ. കുഞ്ഞിളം കാറ്റിൽ ആടിടും ലില്ലികൾ ഗ്ലോറിയ പാടുന്നിതാ. പൊൻവീണകൾ മീട്ടിയ മാലാഖമാരൊന്നായി ആമോദരായി മഞ്ഞുതുള്ളികൾ പെയ്യുമീ രാവിൽ ഉണ്ണീശോ ജാതനായി. കുഞ്ഞരി മുല്ലകൾ റോസാപ്പുമുട്ടുകൾ ഉല്ലാസമാടുന്നിതാ.